വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കുക. കർഷക സ്വരാജ് സത്യാഗ്രഹം സിന്ദാബാദ്. കർഷക സ്വരാജ് സത്യാഗ്രഹം സിന്ദാബാദ്. കർഷക ഐക്യം സിന്ദാബാദ്. കർഷക ഐക്യം സിന്ദാബാദ്. കർഷക വ്യാപാരി ഐക്യം സിന്ദാബാദ്. കർഷക വ്യാപാരി ഐക്യം സിന്ദാബാദ്. കർഷക പൊതുജന ഐക്യം സിന്ദാബാദ്. കർഷക പൊതുജന ഐക്യം സിന്ദാബാദ്. കർഷക സ്വരാജ് സത്യാഗ്രഹം സിന്ദാബാദ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണ്ടാക്കുക. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കുക. കർഷക സിന്ദാബാദ്. കർഷക സ്വരാജ് സത്യാഗ്രഹം സിന്ദാബാദ്. കർഷക സ്വരാജ് സത്യാഗ്രഹം സിന്ദാബാദ്. കർഷക സ്വരാജ് സത്യാഗ്രഹം സിന്ദാബാദ്. കർഷക സ്വരാജ് സത്യാഗ്രഹം സിന്ദാബാദ്. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കുക. സർക്കാരുകൾ നീതി പാലിക്കുക. സർക്കാരുകൾ നീതി പാലിക്കുക. കർഷക ഐക്യം സിന്ദാബാദ്. കർഷക ഐക്യം സിന്ദാബാദ്. കർഷക വ്യാപാരി ഐക്യം സിന്ദാബാദ്. കർഷക വ്യാപാരി ഐക്യം സിന്ദാബാദ്. ഇതിനു മുമ്പ് നമുക്കറിയാം ഒരു 10-20 വർഷം നമ്മൾ മുമ്പിലേക്ക് എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വന്യജീവിയുടെ അക്രമമുണ്ട്. പിന്നെ മാറി വരുന്ന ഗവൺമെന്റ് ഓരോരോ തീരുമാനങ്ങൾ എടുക്കും. അതനുസരിച്ചായിരിക്കും വനത്തിന്റെ കാര്യത്തിലാണെങ്കിലും പൊതുവെ എല്ലാ കാര്യത്തിലാണെങ്കിലും. അപ്പൊ ഈ അടുത്ത കാലത്തായിട്ടാണ് കർഷകർ കൂടുതലായിട്ടും സമരത്തിലേക്ക് നമുക്ക് ഡൽഹി സമരം ഉൾപ്പെടെ നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ സാറേ രണ്ടും കൂടെ കൂട്ടി എന്ന് പറയാം. ഡൽഹി സമരവും നമ്മുടെ ഇവിടുത്തെ കർഷക സമരം തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ? ഡൽഹി സമരം ഇന്ത്യൻ കർഷകനെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാന ബോധം ഉയർത്തിയ ഒരു വലിയ ചരിത്ര സംഭവമാണ്. അപ്പോൾ കർഷകന് പൊരുതി നിൽക്കാനാവും എന്നും പൊരുതി നിന്നാൽ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് തിരുത്തിച്ചത്, സമരം ചെയ്തത്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം ഞങ്ങളെ സംബന്ധിച്ച് ഈ സമരത്തിനുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം കർഷകൻ നിസ്സഹായനല്ലെന്നും പിന്നെ ഭരണാധികാരികളുടെ സൗജന്യങ്ങൾ പറ്റുന്ന വെറും എന്താ പറയുന്നത് ഇങ്ങനെ പഞ്ചപുച്ച വടക്കി നിൽക്കേണ്ടവനല്ലെന്നും അവനും മനസ്സ് വിചാരിച്ചാൽ ചെറുത്തു നിൽക്കാനാകുമെന്നും തെളിയിക്കുക എന്നുള്ളൊരു സംഗതിയുണ്ട്. അതിപ്പോ ഞാൻ അതിനൊരു നീണ്ടു നിൽക്കുന്ന സമരത്തിന് അതൊരു വലിയ പ്രചോദനമാണ്. തീർച്ചയായിട്ടും ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ അല്ലെങ്കിൽ ഏതെങ്കിലും മതസംഘടന അങ്ങനെ എന്തെങ്കിലും? ഇത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അങ്ങനെ പിന്തുണ വന്നിട്ടില്ല. നമ്മൾ സ്വതന്ത്രമായിട്ടാണ് സമരം ചെയ്യുന്നത്. സമരം തുടങ്ങിയതിന് ശേഷം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ വരികയും സമരത്തിന് പിന്തുണ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്തുണ പ്രഖ്യാപിച്ചിട്ട് സ്വാഭാവികമായും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളാണ്. BJP-യുടെയും കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ UDF-ന്റെയും NDA-യുടെയും ആളുകളാണ് സമരപ്പന്തലിലെത്തുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്.